ബീഹാറിൽ വർഗീയ കാർഡിറക്കി ഇന്ത്യ മുന്നണി. അധികാരത്തിലെത്തിയാൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കുമെന്ന് RJD നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് പരാജയമുറപ്പിച്ചതോടെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് RJD എന്ന് BJP കുറ്റപ്പെടുത്തി. ബീഹാറിൽ അധികാരത്തിലെത്തിയാൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കി ചവറ്റുകുട്ടയിലെറിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ കൊത്തിഹാർ, കിഷൻഗഞ്ച്, അരാരിയ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിലാണ് തേജസ്വി യാദവ് ഇക്കാര്യം പറഞ്ഞത്. മഹാസഖ്യം പ്രചാരണത്തിൽ പിന്നിലായതോടെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്താനുള്ള അവസാന ശ്രമമാണ് തേജസ്വി യാദവ് നടത്തുന്നതെന്ന് BJP വിമർശിച്ചു. RJDക്ക് ഇനിയൊരിക്കലും ബീഹാറിന്റെ ഭരണം നൽകാൻ ജനങ്ങൾ തയ്യാറാകില്ല എന്നുറപ്പാണ്. ഇനി ഭരണം കിട്ടിയാലും കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമം റദ്ദാക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നിരിക്കെ തേജസ്വി യാദവിന്റെ പ്രതികരണത്തിന് പ്രസക്തിയില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമായതോടെ ഇതുവരെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് റാലി നടത്താൻ പോലും മഹാസഖ്യത്തിന് സാധിച്ചിട്ടില്ല. കൂടാതെ കോൺഗ്രസും രാഹുലും ഉന്നയിച്ച വോട്ട് ചോരി വിഷയം ഒരു തരത്തിലും ചർച്ച ചെയ്യാനും തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കാനും തേജസ്വി യാദവും RJDയും തയ്യാറായിട്ടില്ല. 11 മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിക്കുള്ളിലെ പാർട്ടികൾ പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തിയതും പ്രചാരണത്തെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങളും RJDയുടെ മുൻകാലത്തെ ജംഗിൾ രാജ് ഭരണവും ഉയർത്തിക്കാട്ടി NDA ക്യാമ്പിന്റെ പ്രചാരണം ശക്തമാണ്. നവംബർ 6, 11 തീയതികളിലാണ് ബീഹാർ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ജനം, ഡൽഹി.